അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ 3-ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങളുടെ അർദ്ധവാർഷിക ഫിഖ് പരീക്ഷയ്ക്കുള്ള പുതിയതായി തയ്യാറാക്കിയ മോഡൽ പേപ്പറാണിത്. നിങ്ങൾ പഴയ പുസ്തകമോ പഴയ പേപ്പറോ പഴയ മോഡൽ പേപ്പറോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കാരണം പുസ്തകം മാറിയില്ലേ. അതുകൊണ്ട് പുതിയ പുസ്തകത്തിന് പുതിയതായി തയ്യാറാക്കിയ മോഡൽ പേപ്പർ നമുക്ക് നോക്കാം. നല്ല രൂപത്തിൽ നോക്കി പഠിച്ച് പരീക്ഷ ഈസിയായി ഫുൾ മാർക്ക് നേടാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യം തന്നെ നമ്മൾ പേരൊക്കെ എഴുതിയിട്ട് നേരെ കടക്കാം അല്ലേ. ഒന്നാമതായിട്ട് നമുക്ക് യോജിച്ചവ ചേർക്കാനാണ് മക്കളെ. അപ്പോൾ 1 നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവൻ നെഞ്ഞുകൊണ്ടാണ്. ഇനി അവിടെ ഏത് ഓപ്ഷൻ നമ്മൾ എടുത്തു കൊടുക്കണ്ടേ? അവിടെ കള്ളിയിൽ 6 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ? 6 ഓപ്ഷൻ കണ്ടില്ലേ? അതിന് 4-മത്തത് എടുക്കുക, മുന്നിടൽ. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവൻ നെഞ്ഞുകൊണ്ടാണ് മുന്നിടൽ. എങ്ങോട്ട്? ഖിബിലയിലേക്ക് അല്ലേ. ഇനി 2-മത്തത് കേട്ടോ, ഖിബിലയിലേക്ക് മുന്നിടൽ. ഓപ്ഷൻസിൽ 6-മത്തത് നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു. ഖിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു. ഇനി 3-മത്തതോ, നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ. ഓപ്ഷൻസിൽ 1-മത്തത് സുന്നത്താണ്. നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് കേട്ടോ. 4-മത്തത് ശാരീരിക ആരാധനകളിൽ ശ്രേഷ്ഠമായത് ഏതാ? ഓപ്ഷൻസിൽ 2-മത്തത് നിസ്കാരം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? നിസ്കാരമാണ് അല്ലേ. വുളൂ എന്ന ഫർളിന് അഥവാ 1-ൽ 5 വുളൂ എന്ന ഫർളിന് ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഓപ്ഷൻസിൽ 3-മത്തതാണ് കേട്ടോ, ഞാൻ വീട്ടുന്നു. അങ്ങനെ നമ്മൾ നിയ്യത്ത് വെക്കുക അല്ലേ, നീയത്ത് അങ്ങനെ വെക്കുക അല്ലേ, എങ്ങനെ കൂട്ടി വെക്കുക? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇനി ഇതിൽ 6-മത്തെ ക്വസ്റ്റ്യൻ അഥവാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. ഇത് ഓപ്ഷൻസിൽ 5-മത്തെ ചോദ്യമാണ് അല്ലേ. ഇനി നമുക്ക് നേരെ 2-മത്തെ വർക്ക് നോക്കാം മക്കളെ. 2-മത്തെ വർക്ക് നമുക്ക് പൂർത്തിയാക്കാനാണ് കേട്ടോ. അവിടെ അല്പഭാഗം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം. 2-ൽ 1 പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ്. 2-ൽ 2 ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്താണ്. 2-ൽ 3 ചെരിഞ്ഞു കിടന്നു നിസ്കരിക്കുന്നവർ നെഞ്ഞും മുഖവും ഖിബിലയിലേക്ക് മുന്നിടിക്കണം. 2-ൽ 4 മറ കൂടാതെ ഖിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ്. മറ കൂടാതെ ഖിബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ്. മറയോട് കൂടെയാണെങ്കിലോ അപ്പോൾ കറാഹത്തുമാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ പൂരിപ്പിക്കേണ്ടത്? നമ്മൾ ഹറാമാണ്. ഇനി മക്കളെ 3-മത്തെ വർക്ക് നിസ്കാരങ്ങളുടെ സമയം ഇതാനാണ് കേട്ടോ. ഇതിന് 9 മാർക്കുണ്ട്, 3 മാർക്കാണ് ഓരോ ചോദ്യത്തിനും കേട്ടോ. ശ്രദ്ധിച്ച് എഴുതണം. അസ്വറിൻ്റെ സമയം ഏതാ? ളുഹറിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ലേ. ഇനി 2 മഗ്‌രിബിൻ്റെ സമയം ഏതാ? സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുമന്ന ശോഭ മായുന്നത് വരെ അല്ലേ. ഇനി 3-മത്തത് സുബഹിയുടെ സമയോ ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. ഇതിന് വിശദമായ പഠനം പിന്നെ നിങ്ങൾ കുറച്ച് പഠിക്കാണ്ട് നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങളെ പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ഈ ഉത്തരങ്ങൾ പഠിച്ചു വെക്കട്ടോ മക്കളെ. ഇനി 4-മത്തെ നമ്മുടെ വർക്ക് 4-മത്തെ കാറ്റഗറി വേർതിരിക്കാനാണ് കേട്ടോ. അതായത് ഇവിടെ 3 സംഗതികൾ കൊടുത്തിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, വുളൂഇൻ്റെ സുന്നത്തുകൾ, 3-മത്തത് വിസർജന മര്യാദകൾ. ഇവ വേർതിരിക്കാനാണ്. മുകളിൽ ഒരു 5-8 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് യോജിച്ച് നമ്മൾ വേർതിരിച്ച് കൊടുത്താൽ മതി. നമുക്ക് നോക്കാം അല്ലേ. മിസ്വാക്ക് ചെയ്യുക അഥവാ പല്ല് തേക്കുക എന്നുള്ളത് എന്തിൻ്റെതാണ്? വുളൂഇൻ്റെ സുന്നത്താണ് അല്ലേ. പല്ല് തേക്കുക എന്നുള്ളത് വുളൂ ചെയ്യണതിൻ്റെ മുമ്പ്
നമ്മൾ പല്ല് തേച്ചിട്ട് വുളു ഉണ്ടാക്കി നിസ്കരിച്ചാൽ 70 ഇരട്ടിയാണ് കൂലി. അപ്പോൾ അത് മറക്കണ്ട. നമ്മളത് പഠിച്ചാൽ മാത്രം പോരാ, നമ്മളത് പതിവാക്കാനും ശ്രദ്ധിക്കണം. ഞാനൊരുവിധം എല്ലാ വുളുവിൻ്റെ മുമ്പും പല്ല് തേക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 70 ഇരട്ടി കൂലി കിട്ടും. അവിടെയാണ് നമ്മുടെ ബുദ്ധി വേണ്ടത്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ ഒരു കൂലിയാണ്, ജമാഅത്തായാലോ 27 ഇരട്ടിയാണ്. എന്നാൽ വുളുവിൻ്റെ മുമ്പ് മിസ്വാക്ക് ചെയ്താലോ അഥവാ പല്ല് തേച്ച് വുളു ഉണ്ടാക്കി നിസ്കരിച്ചാലോ അത് സുന്നത്താണെന്ന് മാത്രമല്ല 70 ഇരട്ടി കൂലിയുണ്ട്. അപ്പോൾ ഏതായാലും ഇതെന്താണ്? വുളുവിൻ്റെ സുന്നത്താണ് അല്ലേ. ഇനി 2, സമയമാവുകയും അതിനെ അറിയുകയും ചെയ്യുക. ഇതെന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്താണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തതിൽ അവിടെ എഴുതി കൊടുക്കാനാണ് കേട്ടോ അത്. ഇനി തല മറക്കുക, ഇത് ഇതിൽപ്പെട്ടതാ. മൂന്നാമത്തതാ അഥവാ വിസർജന മര്യാദയാണ് അല്ലേ. നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ തല മറക്കണം അല്ലേ. ശൈത്താന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലേ, അതിനുള്ള വേറെ ദിക്റുകളും ഉണ്ട് അല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ തല മറക്കണം. മുൻകൈ കഴുകുക, അടുത്തത് മുൻകൈ കഴുകുക. ഇത് ഇതിൽപ്പെട്ടതാണ്, രണ്ടാമത്തതിൽപ്പെട്ടതാണ് അഥവാ വുളുവിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണത് അല്ലേ. ഇനി അടുത്തത് ഔറത്ത് മറക്കുക. ഇതെന്താണ്? ഒന്നാമത്തതില അഥവാ നിസ്കാരത്തിൻ്റെ ഷർത്താണെന്ത്? ഔറത്ത് മറക്കുക എന്നുള്ളത്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരം മറക്കണ്ടേ. ഒരു പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ മറക്കണം, സ്ത്രീ ആണെങ്കിലോ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും മറക്കണം അല്ലേ. അത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഇനി പാദരക്ഷ ധരിക്കുക അഥവാ നമ്മളൊക്കെ പതിവായി ചെയ്യുന്ന ചെരുപ്പ് ധരിക്കുക. ഇത് മൂന്നാമത്തതിൽ പെട്ടതാണ് അല്ലേ. മൂന്നാമത്തിൽ പെട്ടതല്ലേ. വിസർജന മര്യാദയാണെന്ത്? പാദരക്ഷ അഥവാ ചെരുപ്പ് ധരിക്കുക എന്നുള്ളത്. അടുത്തത് നിയ്യത്ത് ഉച്ചരിക്കുക. ഇത് രണ്ടാമത്തതിൽ പെട്ടത് അഥവാ വുളുവിൻ്റെ സുന്നത്താണെന്ത്? നിയ്യത്ത് ഉച്ചരിക്കുക അഥവാ നമ്മൾ നിയ്യത്ത് പറയാന്നുള്ളത് കേട്ടോ. അത് സുന്നത്താണ്. നിയ്യത്ത് മനസ്സിലുണ്ടായാൽ മതി. പറയാന്നുള്ളത് എന്താണ്? സുന്നത്താണ്. ആ സുന്നത്ത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലിയും നമുക്ക് കിട്ടും. അടുത്തത് വലതുകാല് വെച്ച് പുറത്തിറങ്ങുക. ഇതെന്താ? മൂന്നാമത്തതിൽ പെട്ടതാ. അത് വിസർജന മര്യാദ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വലതുകാല് വെച്ച് പുറത്തിറങ്ങുകയും ഇടതുകാല് വെച്ചിട്ടാണ് അകത്തേക്ക് കയറുകയും ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ. അടുത്തത് നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഇത് ഒന്നാമത്തതിൻ്റെതാ അല്ലേ. നിസ്കാരത്തിൻ്റെ ഷർത്താണ് അത്. ഓക്കെ അല്ലേ. നിങ്ങൾ വളരെ വൃത്തിയിൽ വളരെ ക്ലിയറായി സ്പേസൊക്കെ ഇട്ട് വേണം എഴുതാൻ കേട്ടോ. പിന്നെ മക്കളെ നമുക്ക് അഞ്ചാമത്തത് ഉത്തരം എഴുതാനാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരം മുഴുവൻ മറക്കൽ നിർബന്ധമാണ്. അതാണ് സ്ത്രീയുടെ ഔറത്ത് അല്ലേ. രണ്ടാമത്തത് ഖിബില എന്നാൽ എന്താണ്? ഖിബില എന്നാൽ എന്താണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. ലോകത്തിലെ ഏതൊരു ഭാഗത്തുള്ള ഒരാളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്ര ബിന്ദുവിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടത്. ആ കേന്ദ്രം മക്കയിലുള്ള കഅബയാണ്. ഇതിനാണ് ഖിബില എന്ന് പറയുന്നത്. ഇന്ത്യക്കാരനാണെങ്കിലും ന്യൂസിലൻഡുകാരനാണെങ്കിലും ഇനി ഫലസ്തീൻകാരനാണെങ്കിലും എങ്ങോട്ട് തിരിയണം? മക്കയിലുള്ള കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതാണ് നമ്മുടെ നിസ്കാരത്തിൻ്റെ കേന്ദ്ര ബിന്ദു. അതിനാണ് ഖിബില എന്ന് പറയുക. ആദ്യം നമ്മുടെ ഖിബില നമ്മുടെ ഫലസ്തീനിലുള്ള ബൈത്ത് മുഖദ്ദസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫലസ്തീനല്ല ബൈത്ത് മുഖദ്ദസിനെ ആരും നോക്കാനില്ലാതെ അത് ഒരു പഴയ കെട്ടിടം പോലെ കിടക്കുകയാണ്. അവിടെ യുദ്ധമല്ലേ. അള്ളാഹു ഫലസ്തീനിലെ കുട്ടികൾക്ക് സംരക്ഷണം നൽകട്ടെ. ഇനി മൂന്നാമത്തെ ചോദ്യം, നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. പ്രായപൂർത്തി എങ്ങനെയാവാം? ഒന്നുകിൽ 15 വയസ്സ് ആകൽ കൊണ്ട്, അല്ലെങ്കിൽ മനീയ് പുറപ്പെടൽ കൊണ്ടോ ഹൈല് കൊണ്ടോ പ്രായപൂർത്തിയാകും. അത് ചിലപ്പോൾ 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് മുതൽ പ്രായപൂർത്തിയാകും. ഇനിയോ ബുദ്ധി എന്ന് പറഞ്ഞെന്താ? നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്. എന്നുവെച്ചാൽ
മാനസിക വൈകല്യമുള്ളവർ, ഭ്രാന്തന്മാർ ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു യഥാർത്ഥത്തിലുള്ള ബുദ്ധിയില്ല. അതുകൊണ്ടാണ് ബുദ്ധിയും ഉള്ളവർ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പ്രായപൂർത്തിയും ബുദ്ധിയും. ഇനി ശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധി നമ്മൾ വുളു ഉണ്ടാക്കി കുളിച്ച് അതിൻ്റെ കാര്യമല്ല. സ്ത്രീകൾക്ക് ഹൈല്, നിഫാസ് എന്നീ സന്ദർഭങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി വല്ലാതെ വിശദീകരിക്കാൻ അപ്പം നേരമില്ല. ഹൈല്, നിഫാസ്, ഈ സമയത്ത് സ്ത്രീകൾക്ക് ശുദ്ധി ഉണ്ടാവില്ല. രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ രക്തം എന്നുള്ളത് ഏതായാലും നജസാണല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്കത് വിശദീകരിച്ചാൽ മനസ്സിലാവില്ല, നമ്മളെ വിശദീകരണം ഏറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഹൈദ്, നിഫാസ്, രക്തം ഇങ്ങനെ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഏതായാലും ശുദ്ധി ഉണ്ടാവില്ല. എന്നാൽ നമുക്കൊക്കെ ശുദ്ധിയുണ്ട്, നമ്മളെ ശരീരത്തിൽ നിന്ന് അങ്ങനെ രക്തം പോരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നജസിൽ നിൽക്കുന്ന ആൾക്കാരല്ല, നമുക്ക് ശുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. മുസ്ലിങ്ങൾക്കാണ് നിസ്കാരം നിർബന്ധം, ആ മുസ്ലിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമില്ല അല്ലേ. ഇനി 4ാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്താണ്? നിസ്കാരത്തിൽ ഇല്ലാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാകാത്തതുമായ കാര്യങ്ങൾക്കാണ് നിസ്കാരത്തിന് ഷർത്ത് എന്ന് പറയാം. ഉദാഹരണമായിട്ട് നമ്മുടെ ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പ്രവർത്തനമാണോ? അല്ലല്ലോ. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ, അത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ഔറത്ത് മറച്ചു കാണ്ടേ നിൽക്കുള്ളൂ അല്ലേ. നമ്മുടെ ശരീരം മിനിമം നമ്മൾ മുട്ടുപൊക്കളിൻ്റെ ഇടയിലെങ്കിലും മറച്ച് നിൽക്കും. അത് എപ്പോഴും മറച്ച് നിൽക്കുന്ന നിർബന്ധമാണ്. നിസ്കാരത്തിലും നമ്മൾ മറക്കണം. അത് നിസ്കാരത്തിൻ്റെ പ്രവർത്തനമാണോ? അല്ല. പക്ഷെ അത് കൂടാതെ ഔറത്ത് മറക്കാതെ നിസ്കാരം ശരിയാകുമോ? അതുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, നിസ്കാരത്തിലില്ല എന്നാൽ അത് കൂടാതെ നിസ്കാരം ശരിയാവില്ല. ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പ്രവർത്തനമല്ല, പക്ഷെ ഔറത്ത് മറച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം, നജസുകളിൽ നിന്ന് 3 എഴുതുക. നമുക്ക് സുഖമായിട്ട് മലം, മൂത്രം, രക്തം, സിമ്പിളായിട്ട് 3 ഉദാഹരണം പറയാം, അല്ലാതെ വിശദീകരിക്കൊന്നും വേണ്ട അല്ലേ. ഇതൊക്കെ നജസാണ്, വേറെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലപ്പോൾ വരുന്നത് അപ്പോൾ ഇത് എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്ത് ചൊല്ലണം എന്നതാണ്. അഥവാ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലേ, ബാത്റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇടത്തുകാല് വെച്ച് നമ്മൾ കയറൂലേ, അപ്പോൾ നമ്മൾ എന്താണ് ചെല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇതി അല്ലേ. ഇതെല്ലാവർക്കും ചൊല്ലാൻ കിട്ടൂലേ. അപ്പോൾ ഇത് വളരെ വൃത്തിക്ക് ചൊല്ലി പഠിക്കുക. ബാക്കിയുള്ളതും ചൊല്ലി നിങ്ങൾ പഠിക്കണം. ഇത് മോഡൽ പേപ്പറാണ്. ബാക്കിയുള്ളതും കൂടി ക്ലിയറായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് നേടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മക്കൾക്ക് ഏതാണ് പേപ്പർ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.